നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാവുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ലോക വയോജന പീഡന വിരുദ്ധ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേയിലെ ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ എന്നിവിടങ്ങളിലെ അടിപ്പാത മേൽപ്പാല നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കും മെല്ലെപ്പോക്കിനുമെതിരെ LDF കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാവുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് നാളെ രാത്രി വരെ ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അന്നമനട ഗ്രാമപഞ്ചായത്ത് ലോക വയോജന പീഡന വിരുദ്ധ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VC ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. തുടർന്ന് കൗൺസിലിംഗ് നടന്നു. പരിപൂർണാവകാശം താങ്കൾക്കാണ് അല്ലെ? ഇപ്പൊ നമ്മൾ വിൽപ്പന ചോദിക്കില്ലേ? ഇപ്പൊ സാധാരണ അങ്ങനത്തെ തെറ്റിദ്ധാരണ കോടതിയിൽ വരുന്ന ആളുകളൊക്കെ ഇപ്പൊ തെരഞ്ഞെടുക്കും അച്ഛന്റെ സ്വത്ത് അതിന് ഞങ്ങളുടെ മക്കൾക്ക് 3 പേർക്കും അവകാശം അച്ഛൻ വിൽക്കണമെന്ന് കാണട്ടെ എന്ന് പറയും. അപ്പൊ പറയും ഇത് കാണാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അന്നേരം വേണമെങ്കിൽ അത് ആർക്കും വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ മക്കൾക്ക് തന്നെ കൊടുക്കുന്നത് നിർബന്ധമുണ്ടോ? വഴി കൂടെ പോണവനെ വിളിച്ചിട്ട് ഇന്ന് വേണം എന്റെ സ്വത്തിന് എഴുതി തരാൻ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. മക്കളോട് ചോദിക്കേണ്ട, ഭാര്യയോട് ചോദിക്കേണ്ട, നാട്ടുകാരോട് ഒരാളോട് ചോദിക്കണ്ട. അവനവന്റെ സ്വത്താണത്. ഇനി കുടുംബപരമായിട്ട് കിട്ടിയ സ്വത്താണെങ്കിൽ അവിടെ നിയമം കുരുക്ക് വരും, പിന്നീട് വരും. അപ്പോൾ നിയമം കുരുക്ക് വരും. മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ അത് റൈറ്റ് വരും. അത് ഒറ്റയടിക്കൽ കേസിന് നടത്തേണ്ടി വരും. ഇപ്പോൾ സിവിൽ കേസ് നടത്താന്ന് വെച്ചാൽ നാഷണൽ ഹൈവേയിലെ ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ എന്നിവിടങ്ങളിലെ അടിപ്പാത മേൽപ്പാല നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കും മെല്ലെപ്പോക്കിനും നിർമ്മാണ പ്രവർത്തനത്തിൽ സ്ഥലം MP, MLA എന്നിവരുടെ അനാസ്ഥയ്ക്കുമെതിരെ LDF കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് ബിജു, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ, LDFിൻ്റെ പ്രവർത്തകർ, സഖാക്കൾ, പ്രിയപ്പെട്ടവർ, ഇന്നിവിടെ ഈ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റി സമരത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ, അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സഖാവ് ബിജു എല്ലാം വിശദമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPI മണ്ഡലം കമ്മിറ്റി അംഗം TV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, കൊരട്ടി പഞ്ചായത്ത് വികസന ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, LDF നേതാക്കളായ ഡെന്നിസ് K ആന്റണി, KP തോമസ്, KA ജോർജി, ജോർജ് V ഐനിക്കൽ, ഡേവിസ് മാമ്പ്ര, AA ബിജു, KK രാജൻ എന്നിവർ പ്രസംഗിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി CPI മാള മണ്ഡലം സംഘടനാ ക്യാമ്പ് നടന്നു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം അവിടെ എന്താ പറയുക, നമ്മുടെ സ്നാനഘട്ടങ്ങളിൽ നദികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധു ഗംഗ സംഗമ ഭൂമിയിൽ വന്ന് സ്ഥാനാർത്ഥിയായി വന്ന് അവിടെ എന്താ പറയുക വെള്ളം തൊട്ട് പ്രതിജ്ഞ എടുത്തിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ ഇന്ത്യയിലെ ഹൈന്ദവ ജനവിശ്വാസങ്ങളിലേക്ക് എങ്ങനെ ഒരു ബിംബത്തെ അവതരിപ്പിക്കാൻ കഴിയും എന്ന ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമത് അദ്ദേഹത്തെ അവതരിപ്പിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തെ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ പിന്നോക്കക്കാരുടെ പ്രതിനിധിയായിട്ടാണ്. അദ്ദേഹം സവർണനല്ല, അവർണനായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർണന്മാരുടെ അതിൻ്റെ സൈക്കോളജി എന്താ വെച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ
ഹിന്ദുക്കളിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷം വരുന്ന ആളുകൾ അവർണന്മാരായിട്ടുള്ള ആളുകളാണ്. മണ്ഡലം സെക്രട്ടറി എം.ആർ. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ.വി. വസന്തകുമാർ, ടി.എൻ. വേണു, എം.കെ. ബാബു, വി.എസ്. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഐരാണിക്കുളം NSS കരയോഗം, ടാഗോർ സ്മാരക വായനശാല, ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പരിശോധന നടത്തി. കുഴൂർ മേരി ഇമ്മാക്കുലേറ്റ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. സെയിൻറ്റ് ആൻ്റണി കപ്പേളയിൽ നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് വെള്ളാഞ്ചിറ ദേവാലയ വികാരി ഫാദർ ആൻഡോ പാണാടൻ കാർമ്മികത്വം വഹിച്ചു. പാറക്കടവ് ദേവാലയ വികാരി ഫാദർ ചാൾസ് ചിറ്റാട്ടുകാരൻ തിരുനാൾ സന്ദേശം നൽകി. തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം, തിരുശേഷിപ്പ് ആശീർവാദം, ഊട്ടുനേർച്ച വിതരണം എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മാള കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് 10ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സമാധരണം 2025 സംഘടിപ്പിക്കുന്നു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മാള കേബിൾ വിഷൻ വരിക്കാരുടെ മക്കൾ അപേക്ഷകൾ കേബിൾ TV ഓപ്പറേറ്റർമാർ വഴി സമർപ്പിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 15. കൂടുതൽ വിവരങ്ങൾക്ക് 8589013046 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാവുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ലോക വയോജന പീഡന വിരുദ്ധ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേയിലെ ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ എന്നിവിടങ്ങളിലെ അടിപ്പാത മേൽപ്പാല നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കും മെല്ലെപ്പോക്കിനുമെതിരെ LDF കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.